വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ സിനാൻ കിയാറ്റൂർ മലയാളി മേക്ക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ പഴയതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫി ഐഡിയയുമായിട്ടാണ് നമ്മൾ വന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അതായത് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു DIY പ്രൊഡക്റ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, കാരണം നമുക്ക് കണ്ടൻറ്റിന് ചെറിയ പ്രശ്നമുണ്ട്. കണ്ടൻറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരെ കോപ്പി അടിച്ച് ചെയ്യുന്നതിന് നമുക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതായത് മറ്റുള്ളവർ ചെയ്ത് തന്നെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നത് വലിയ ഉപകാരമല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ നമ്മൾ പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വൈകാതെ വരുന്നതാണ്. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് വന്നാൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോയി കണ്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് എനേബിൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ പോലെയല്ല, പകരം 3 ഫോട്ടോഗ്രാഫി ഐഡിയയുമായിട്ടാണ് വന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ആ 3 ഫോട്ടോഗ്രാഫിയും ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ 3 ഫോട്ടോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ഫോട്ടോ എടുക്കുന്നതിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈ 3 ഫോട്ടോയും നമ്മൾ ലൈറ്റ് റൂമിലിട്ടൊന്ന് എഡിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രീസെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രീസെറ്റ് നൽകുന്നത് നമ്മുടെ ടെലഗ്രാമിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ്, അതായത് ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ പോയിട്ട് ആരും ഫോട്ടോ നിങ്ങൾക്ക് എടുത്ത് ലൈറ്റ് റൂമിൽ കയറ്റിയിട്ട് ജസ്റ്റ് ആ പ്രീസെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കത് വർക്കാവുന്നില്ല, ഏതെങ്കിലും ലിങ്ക് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ ആ പ്രീസെറ്റ് വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മൾ വീണ്ടും നിങ്ങൾക്ക് അത് തരുന്നതാണ്. അപ്പോൾ അതിനുള്ള വഴികളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് വർക്കാവുന്നില്ലെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദെൻ വി ക്യാൻ ഗോ ടു അവർ വർക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് നൗ. നമ്മുടെ ആദ്യത്തെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മരക്കൊമ്പാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മരക്കൊമ്പിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഇനി നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ സ്നാപ്സിലാണ്. ഇനി നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ലെൻസ് ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടൂൾസിൽ പോയിട്ട് ലെൻസ് ബ്ലർ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മരക്കൊമ്പ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതായത് ഒന്ന് ബ്ലർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബ്ലറിൻ്റെ എഫക്റ്റ് എത്രത്തോളം വേണ്ട അതൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വ്യൂ എഡിറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതിൽ ആ സെൻറ്ററത്തെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ജസ്റ്റ് താഴെ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ കാണാം. ഇനി നമുക്ക് അതൊന്ന് ആ മരക്കൊമ്പ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുക. അതായത് ബാക്കിയുള്ള ഭാഗങ്ങൾ റേസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യുക, ഇല്ലെങ്കിൽ ആകെ ബോറാവും. അപ്പോൾ നമ്മുടെ സ്നാപ്സിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. അതായത് ബാക്ക്ഗ്രൗണ്ട് ഒരു പച്ച കളർ വരുന്ന രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് പച്ചപ്പ് വരുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ആ ഫോട്ടോ നമ്മൾ നേരെ നമ്മുടെ പിക്സാർട്ടിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട്, അതായത് പിക്സാർട്ടിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതിൽ സെർച്ച് എന്ന ഓപ്ഷനിലേക്ക് ഡാംഗ്രി ബേർഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരും. അതിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു സ്റ്റിക്കറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് ചെയ്യാം. അതായത് നമുക്ക് ആ ഫോട്ടോ എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഫ്ലിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫോട്ടോയുടെ സൈസും കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ സൈസും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് നോക്കിയിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ഫോട്ടോയുടെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് റൂമിലാണ്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ലൈറ്റ് റൂമിൽ കയറി എഡിറ്റ് ചെയ്ത് ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ഫോട്ടോയുടെ എഡിറ്റിങ്ങിലേക്ക് കടക്കാം. അതായത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ജനലിനടുത്തേക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ക്യാമറ ഇവിടെ വെച്ചിട്ട് ആ ജനലിൽ നിന്ന് ലൈറ്റ് വരുന്ന സമയത്താണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ ഇതുപോലെ വെക്കുക. അപ്പോൾ ആ ഒരു ജനൽ കമ്പിയിൽ പിടിക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ആ ലൈറ്റ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ എക്സ്പോഷൻസ്, അതായത് ലൈറ്റ് ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അതായത് ഫോട്ടോ എടുക്കാം. അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോസ് നമ്മൾ എടുക്കുക. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ആ ഫോട്ടോ നേരെ നമ്മുടെ പിക്സാർട്ടിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ടൂൾസിൽ ക്രോപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ നേരെ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അപ്പോൾ അവിടെ സെർച്ച് ബാർ എടുത്തിട്ട് നമ്മൾ അതിൽ റെയിൻബോ എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ റെയിൻബോ എന്ന് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് കാണാം. അതിൽ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റിക്കറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ആ സ്റ്റിക്കർ നമുക്ക് ജസ്റ്റ് ആ സൈഡിൽ നിന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ അവിടെ വെക്കുന്നത്. അപ്പോൾ അതിനേക്ക് വേറെ എവിടെ വേണമെങ്കിലും വെക്കാം. അതായത് ആ ഫ്രണ്ടിൽ ആ മുകളിലായിട്ട് വരുന്ന രീതിയിൽ എവിടെ അപ്പുറത്തെ സൈഡിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലാണ് വെക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിടുക. ഇനി നമ്മളത് ഇറേസ് ടൂൾ എടുത്തിട്ട് നമ്മൾ അതൊന്ന് ആ കൈയുടെ മുകളിൽ അതുപോലെ തന്നെ ആ ഒരു ജനലിൻ്റെ കമ്പിയിലൊക്കെ വരുന്ന ഭാഗങ്ങളൊന്ന് മായ്ച്ച് കളയെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഒറിജിനൽ എഫക്റ്റ് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് മായ്ച്ച് കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മായ്ച്ച് കളയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ മായ്ച്ച് കളയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് ഒന്നുകൂടി കാണാം. അതായത് ഇപ്പോൾ ഒന്നുകൂടി ഒരു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് അത് ക്ലിക്ക് റെഡി എന്ന് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സിൽ തന്നെ വീണ്ടും പോകാം. എന്നിട്ട് നമ്മൾ അതിൽ മ്യൂസിക് പ്ലെയർ എന്ന് സെർച്ച് ചെയ്യുക. ആ റെയിൻബോ എന്നത് സെർച്ച് ചെയ്തത് കളഞ്ഞിട്ട് നമ്മൾ മ്യൂസിക് പ്ലെയർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അതായത് വൈറ്റ് ആയിട്ട് മുഴുവൻ വൈറ്റ് ആയിട്ട് വരുന്നൊരു ഭാഗം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കാണുന്നതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ഫസ്റ്റ് നിരയിൽ ആ സെൻട്രലായിട്ട് കണ്ട ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ സൈസും കാര്യങ്ങളും അളവ് ഇത് അതായത് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിടാം. എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിടാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വളരെ കുറയ്ക്കണം. എന്നാൽ ജസ്റ്റ് ഒന്ന് ഒരു പൊടിക്ക് കുറച്ചിടട്ടെ നമുക്ക്. എങ്കിലും അതിൻ്റെ ഒരു അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. ഇനി നമുക്ക് ഒരു ഒറിജിനൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റാറിൻ്റെ സൈഡ് ഇതിലേക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മളതിൽ ഇറേസ് ടൂൾ എടുത്തിട്ട് അതിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് സൈസ് കുറച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു കമ്പിയുടെ അവിടേക്ക് വരുന്ന ഭാഗം ജസ്റ്റ് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പണി നമ്മളത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്തത് ഈ ഫോട്ടോസ് ആയിട്ട് നമ്മൾ ലൈറ്റ് റൂമിൽ കയറിയിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് റൂമിൽ കയറിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് അതായത് മൂന്നാമത്തെ ഫോട്ടോയാണ്. അപ്പോൾ മൂന്നാമത്തെ ഫോട്ടോ നമുക്ക് എങ്ങനെയാണ് എടുത്തതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഞങ്ങൾക്ക് വീട്ടിലുള്ള ഏതൊരു ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിലെ ഞെട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ നമ്മളെ ഒരു നൂല് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നൂല് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കരുതിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാഷൻ ഫ്രൂട്ട് ആ ഒരു വള്ളിയിൽ നിന്നും ചാടുന്നൊരു എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നൂല് വെച്ചിട്ട് മറ്റൊരു ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ള ഭാഗത്ത് വെച്ച് കെട്ടി കൊടുക്കുക. എന്നിട്ട് അത് ആ ഒരു നൂല് അവിടെ കെട്ടി കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് താഴത്തായി കാണും. നമുക്ക് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഞാൻ അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ അത് ലൈറ്റ് റൂമിൽ ഓപ്പൺ ആക്കിയിട്ട് ഹീലിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ടൂൾസിൽ പോയിട്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ആ ഒരു നൂലിൻ്റെ ഭാഗങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്തത് ആ നൂലിൻ്റെ ഭാഗങ്ങളൊന്ന് ഇറേസ് ചെയ്ത് കളയാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹീലിംഗ് എന്ന ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് അതായത് ടൈം എടുത്തിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ ബോറാവും. അപ്പോൾ നമ്മൾ ടൈം എടുത്തിട്ട് മാത്രമായിട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാനിവിടെ ടൈം എടുത്ത് കുറച്ചൊക്കെ ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമുക്ക് അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഫോട്ടോ നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലൈറ്റ് റൂമിൽ കയറ്റി ജസ്റ്റ് ആ ഫോട്ടോ കൂടി നമ്മൾ എഡിറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റ് റൂമിൽ കയറിയതോടൊപ്പം നമ്മളെ പിക്സാർട്ടിലും കയറ്റി നമ്മൾ ജസ്റ്റ് അവിടെ ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 3 ഫോട്ടോയും നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അധികം വേഗിപ്പിക്കുന്നില്ല, നമുക്ക് 3 ഫോട്ടോയും ജസ്റ്റ് ഒപ്പം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ 3 ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് സെലക്ട് ചെയ്യുക, താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ 3 ഫോട്ടോയും ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യട്ടെ, ഒരു മടിയും കാണിക്കേണ്ട, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര് സിനാൻ KZR എന്നാണ്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കയറി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രീസെറ്റ്, അതായത് ലൈറ്റ് റൂം പ്രീസെറ്റുകൾ താഴെ നമ്മുടെ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടെലഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ സിനാൻ.